ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയെ എത്തിയിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടിയുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി ടി ബി മിനിയെ സ്നേഹത്തോടു കൂടി. അഡ്വക്കേറ്റ് ടി ബി മിനി, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഈ വിചാരണ കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായ പരാമർശങ്ങളുടെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ തന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇടയാക്കിയത്. അപ്പോൾ ഈ വിചാരണ കോടതിയിൽ നിന്ന് ഞാൻ സ്ട്രേറ്റ് ചോദിക്കുകയാണ്, വിചാരണ കോടതിയിൽ നിന്ന് ഇന്നലെ വന്ന പരാമർശങ്ങളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അഡ്വക്കേറ്റ് ടി ബി മിനി? ഒരു ജുഡീഷ്യൽ ഓഫീസർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഇന്നലെ കോടതി ചെയ്തത്. രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണത് പോലെ ഇത് അതിജീവിതയുടെ ഒരു കേസായിരുന്നില്ല. അതിൽ വാദി എന്ന് പറയുന്നത് വേറൊരാളായിരുന്നു, ഒരു ഷെർലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു. അതിജീവിതയുടെ ട്രയൽ കഴിഞ്ഞ് ആ ജഡ്ജി ആ കേസിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പറഞ്ഞ കാര്യം 100% തെറ്റുമാണെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ 10 ദിവസത്തിൽ താഴെയെ ആ കോടതിയിൽ ട്രയലിൽ, അതായത് ഞാൻ മറ്റേ നടിയെ ആക്രമിച്ച കേസിൽ ട്രയലിൽ ഇരുന്നുള്ളൂ എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, കളവുമാണ്. കാരണം 1.5 വർഷം ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നു. എനിക്ക് വക്കാലത്ത് മാറി വന്നിട്ട് അതിക്ക് മുന്നേ വേറെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. വക്കാലത്ത് മാറി വന്ന അന്ന് മുതൽ ആ കേസിൽ, ആ ട്രയൽ കോടതിയിൽ എല്ലാ വിസ്താരത്തിലും ഞാനുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ദീർഘനാൾ വിസ്തരിച്ചപ്പോൾ ആ വിസ്താരത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഹിയറിങ്ങിൽ മുഴുവൻ ഞാനുണ്ടായിരുന്നു. എല്ലാ ദിവസവും കോടതിയിലും ഞാനുണ്ടായിരുന്നു. അപൂർവമായിട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഔട്ട്സൈഡ് വർക്കോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അസുഖങ്ങളോ ആയി ബന്ധപ്പെട്ടല്ലാതെ ഞാൻ ആ കോടതിയിൽ ചെല്ലാതിരുന്നിട്ടില്ല, പോകാതിരുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കേസിൽ മാത്രമല്ല, ആ കേസ് ആ കോടതി തന്നെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ആ ജഡ്ജുമായി ബന്ധപ്പെട്ടോ ആ കേസിൻ്റെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടോ ആ കോടതിക്ക് എനിക്കോ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നിരിക്കെ തെറ്റായിട്ടുള്ളതും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം എനിക്കെതിരെ എന്തിനു പറഞ്ഞു എന്നത് എനിക്കറിയുന്ന കാര്യമല്ല. രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന പ്രമാദമായ ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. അതിലാണ് ഇപ്പം ഈ വിചാരണ കോടതിയുടെ വിധി വന്നു. അതിൽ തന്നെ പലവിധமான അഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഈ നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേസിൽ ഇടപെടാതെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയെ കണ്ടത് എന്നുള്ളത് ഗുരുതരമായ പരാമർശമാണ്. ഇത് മറ്റെന്തെങ്കിലും താല്പര്യം ഇതിന് പിന്നിൽ ഉണ്ടെന്ന് അങ്ങ് കരുതുന്നു? അത് മാത്രമല്ല ഉറങ്ങി എന്ന് പറയുന്നതും അപമാനകരമായിട്ടുള്ള ഇതാണ്. ഞാനൊന്നും ഉറങ്ങാനല്ല അവിടെ പോകുന്നത്. പിന്നെ ട്രയൽ കോടതിയിൽ വിക്ടിം ലോയറിന് ഒന്നും ചെയ്യാനില്ല എന്ന്, അവിടെ നിന്ന് എനിക്ക് മിണ്ടാൻ പാടില്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ജഡ്ജി തന്നെയാണ്. ജഡ്ജി ഒരിക്കലും അത് അനുവദിച്ചിട്ടുമില്ല എന്നിരിക്കെ എന്തിനാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, വിശ്രമ സ്ഥലമായി കണ്ടു എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള, ഒരിക്കലും ഞാൻ ഈ ജുഡീഷ്യറിനെ നമ്മളെല്ലാവരും അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ച് ആശ്രയമായിട്ടുള്ളൊരു സ്ഥലമാണ്. ആ ജുഡീഷ്യറിനെ എന്തുമാത്രം അപമാനമാണ് ഈ കോടതി ഈ ജുഡീഷ്യറിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. 2022 മുതൽ അതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ വന്നില്ലേ. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോർവേഡ് നോട്ട് FSLലേക്ക് വെച്ചപ്പോൾ ആ FSLലേക്ക് മെമ്മറി കാർഡ് അയക്കില്ല എന്നുള്ള തീരുമാനം സ്വയം എടുത്തു. എന്നിട്ട് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടി വന്നു ആ മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് അയക്കാനായി. അങ്ങനെ അതിനുശേഷം ആ മെമ്മറി കാർഡിൻ്റെ പരിശോധനയ്ക്ക് അയച്ചത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കൊടുക്കാതെ യാതൊരു ബന്ധമില്ലാത്ത നെടുമ്പാശ്ശേരി കോടതിയിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു. അവസാനം മെമ്മറി കാർഡിൻ്റെ അന്വേഷണം തന്നെ ആ കോടതി നടത്തി. ഹൈക്കോടതിയിൽ നിന്നും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായിരുന്നു. മെമ്മറി കാർഡിൻ്റെ ആക്സസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ആളുകൾ എൻക്വയറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി നിയമപ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടത്തി ശിക്ഷിക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഈ കോടതി നടപ്പിലാക്കിയില്ല. ഇപ്പോൾ ആ ജഡ്ജ്മെൻറ്റും കഴിഞ്ഞ് മോലിൽ പുളിയും പോയതിന് ശേഷം വേറൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ജൂനിയർ അവിടെ ഡ്യൂലി റെപ്രസെൻറ്റഡ് ആണ്. എന്നിട്ട് DCMSൽ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് നോ റെപ്രസെൻറ്റേഷൻ എന്നാണ്.
ഇതൊക്കെ തെറ്റല്ലേ ഒരു കോടതി ചെയ്യുന്നത്? അല്ല, ഇതിനൊക്കെ പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് അല്ല ഈ കോടതിയെ മാറ്റണമെന്ന് അതിജീവിത 2 ടേമിൽ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തതിന് ഒരു കാരണമുണ്ടായെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യമാണ് കോടതി ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഇതുകൊണ്ട് തകർക്കാമെന്നോ അല്ലെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തി ആരും തന്നെ എൻ്റെ പ്രൊഫഷനിലേക്ക് വരാതിരിക്കാമെന്നോ കോടതി വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആളുകൾക്ക് എന്നെ അറിയുകയും ചെയ്യാം. ഞാൻ കോടതിയിൽ പോയില്ല എന്ന് പറയുന്ന, കോടതി കളവ് പറയുമ്പോൾ അത് ഈ ലോകത്തിനും ഈ ജുഡീഷ്യറിക്കും വക്കീൽ സമൂഹത്തിനും ഈ സമൂഹത്തിനാകെ എന്തുമാത്രം വേദനാജനകമായ ഒരു കാര്യമായി പോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം. എന്തിന് കോടതി കളവ് പറയണം? അഡ്വക്കേറ്റ് ടി ബി മിനി, ഇപ്പം ഈ നടി ആക്രമിച്ച കേസിൽ നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് നടി ഇപ്പോഴും കരുതുന്നത്. കോടതിയെക്കുറിച്ച് നടിക്ക് പരാതികളുണ്ട്. നടിയെ പിന്തുണയ്ക്കുന്ന, നടിക്കൊപ്പം നിൽക്കുന്നവർക്കും അതേ പരാതികളും ഏറെക്കുറെ അതേ നിരീക്ഷണവുമാണ്. അഭിഭാഷകയ്ക്കും പരാതിയുണ്ടോ? എനിക്കതിനൊരു വഴിയുണ്ടല്ലോ. എനിക്കറിയാം അതിൽ അപ്പീൽ പോകാമെന്നറിയാം. പ്രോസിക്യൂഷൻ അപ്പീൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും അടുത്ത ദിവസം അത് ഹൈക്കോടതിയിൽ അത് ഫയൽ ചെയ്യും. ആ വഴി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്കും വേണമെങ്കിൽ പലതൊക്കെ പറയാമായിരുന്നു, പക്ഷെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചോ ആ കാര്യങ്ങളെക്കുറിച്ചോ അനലൈസിങ്ങോ ഒക്കെ ഇവിടെ നിന്ന് ഒരുപാട് നടത്തുന്നില്ലേ. ഞങ്ങൾ ക്രിറ്റിസിസമോ അനലൈസിങ്ങോ ഞാൻ നടത്തിയിട്ടില്ല. അത് കൃത്യമായും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യം പറഞ്ഞു എന്നല്ലാതെ കോടതിയെ കുറ്റപ്പെടുത്തിയിട്ടോ കോടതി ജഡ്ജിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഞാൻ ഒരു അക്ഷരം പോലും ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അതിജീവിതയ്ക്ക് അപ്പീൽ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അതിനെ ആ വഴി സ്വീകരിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഇപ്പം ഈ വിചാരണ കോടതി വിധി വന്നതിന് ശേഷം അങ്ങ് ഈ നടിയുമായി സംസാരിച്ചിരുന്നു. ഈ കേസിന്റെ ഭാവി ഇപ്പൊ പറഞ്ഞതുപോലെ ഇനി അടുത്ത മേൽക്കോടതിയെ സമീപിക്കുക, അങ്ങനെ തന്നെയാണോ? അതില്ലേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരും കൂടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. സർക്കാർ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പീൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ അപ്പീൽ ഫയൽ ചെയ്യപ്പെടും. അതൊക്കെ അതിൻ്റെ വഴിക്ക് അതിൻ്റെ ഡിസ്കഷൻസും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ടൈമിൽ തന്നെ അത് ചെയ്യും. എന്തായാലും നിർഭാഗ്യകരമാണ് ജുഡീഷ്യറിയോടുള്ള ജനങ്ങളുടെയും വക്കീലന്മാരുടെയും വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഇത് ഒരു വക്കീലിന്റെ മാത്രം ഒരു വിഷയമല്ലല്ലോ. വക്കീലന്മാർക്കെതിരെ ജുഡീഷ്യറിയിലിരിക്കുന്ന ആളുകൾ അനവസരത്തിൽ ഓപ്പൺ കോടതിയിൽ അതും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി തെറ്റായിട്ടുള്ള കളവായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുക എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത അബദ്ധമായ തെറ്റായിട്ടുള്ള ഒരു രീതിയായി പോയി എന്ന് എനിക്ക് പറയാനുള്ളത്. അതിന് ഞാനും ജുഡീഷ്യറി അല്ലെങ്കിൽ ഞാനും ആ കോടതിയും തമ്മിൽ ഒരു ടഗ് ഓഫ് വാറിനൊന്നും പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലീഗൽ ആക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് പോകുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഓക്കെ, അഡ്വക്കേറ്റ് ടി ബി പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഇപ്പം നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ ഇടപെടലിൽ അങ്ങേക്ക് തൃപ്തിയുണ്ടോ? അതൊന്നും ഇപ്പം കാരണം ഇത് ചോദിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ അതിജീവിത പറയുന്നുണ്ടായിരുന്നു 4 വർഷം വേണ്ടി അവർക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും കിട്ടിയില്ല എന്ന്. അപ്പോൾ ഇത്തരം വൈകലുകളല്ലേ അഡ്വക്കേറ്റ് ടി ബി മിനി സത്യത്തിൽ ഈ പ്രതികൾക്കൊക്കെ സംരക്ഷണം നൽകുന്നത്? ഈ കേസിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നപ്പോഴാണല്ലോ ഞാൻ ഇടപെട്ടത്. ആളുകൾ മനസ്സിലാക്കില്ല. ഞാനിങ്ങനെ പറഞ്ഞു, അതായത് ഈ നടി ആക്രമിച്ച കേസിൽ അപ്പിയർ ചെയ്യാൻ ഒരു വക്കീലന്മാർ റെഡി ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കേസിൽ കോടതിയിൽ ഹാജരാവാൻ വക്കീലന്മാർ തയ്യാറല്ല എന്ന് പറയുന്നത് എന്താണ്? കാശ് കൊടുക്കുന്നു എല്ലാവരേക്കും എന്താണെന്ന് വെച്ചാൽ അവർ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എങ്കിലും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് അതൊരു സത്യമാണ്. കാരണം ഇതിൽ അപ്പുറത്ത് നിൽക്കുന്ന വക്കീൽ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിനെ വെറുപ്പിച്ചിട്ട് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ക്രിമിനൽ ലോയേഴ്സ് കേരളത്തിലാകെ ഒരു കേസെടുക്കാനോ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ കേസിലും ഉണ്ടായിരുന്നു, നടി ആക്രമിച്ച കേസിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അന്വേഷിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാരും ഞങ്ങളും ശ്രമം നടത്തിയതാണ്. പ്രോസിക്യൂട്ടറെ കിട്ടാനുണ്ടായില്ല, തയ്യാറല്ലായിരുന്നു.
അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാവാനും ഒരാളും തയ്യാറല്ലായിരുന്നു. അപ്പം ആളുകൾ വിചാരിക്കുന്നത് ഞാനിത് കളവ് പറയാൻ, അത് സത്യമാണത്. അപ്പം അതൊരു മാഫിയ സിസ്റ്റം ഉണ്ട് ഇവിടെ. പക്ഷെ അതിന് വക്കീലന്മാർ അവരവരുടെ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിനോ തെറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഓടി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും പ്രോസിക്യൂട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു വരാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഫ്രാങ്കോൻ്റെ കേസിലും അത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ആ വക്കീൽ തന്നെയാണ് എതിർവശത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതൊന്നും കണക്കാക്കാതെ ആരെങ്കിലുമൊക്കെ സർക്കാർ അപ്പോയിന്റ് ചെയ്യണം. ലേഖ ചെയ്യിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് അത്തരം കേസുകൾ തീർത്തെടുക്കുക എന്ന് പറയുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾക്കറിയാം അഭയ കേസിൽ എത്ര വർഷത്തെ ലീഗൽ സ്ട്രഗിളിന് ശേഷമാണ് പ്രതികളെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തത്. അടയ്ക്ക രാജു എന്ന് പറയുന്ന ഒരു കള്ളന് വേണ്ടി വന്നു അല്ലേ സാക്ഷിയായിട്ട് പറയാനായിട്ട്. അവർക്കുള്ള ഒരു ഇൻറ്റഗ്രിറ്റി നമ്മൾ ചില ആളുകളൊക്കെ ചോദ്യം ചെയ്യും, കള്ളനല്ലേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് കോടതി നിരീക്ഷിച്ചത് കള്ളനാണെങ്കിലും സാക്ഷി തന്നെയാണ്. കളവിന് വേണ്ടി വന്നപ്പോഴാണ് അത് കണ്ടത് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു സാക്ഷിയായിട്ട് അംഗീകരിച്ച് കോടതി അതിൽ ആ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു. അതും ചരിത്രപരമായിട്ടുള്ളൊരു വിധിയാണ്. ചില കേസുകളിൽ നമ്മളിപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ ആത്മാർത്ഥമായി ഈ കേസിനെ ഫോളോ അപ്പ് ചെയ്യുകയും കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അത് നമ്മൾ അപ്പീൽ കോടതിയിൽ അത് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സഹകരണത്തിന് ഇന്നലെ പറഞ്ഞ റിപ്പോർട്ടിൽ കുറേ വസ്തുതാപരമായിട്ടുള്ള തെറ്റ് കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിജീവിതയുടെ കണ്ടംപ്റ്റ് കേസല്ല അവിടെ നടന്നത്. ഇന്നലെ വേറൊരു പെൺകുട്ടി ശ്രീലേഖയ്ക്കെതിരെ കൊടുത്തിരുന്ന ഒരു കേസാണ് ഇന്നലെ അവിടെ നടന്നത്. അതിൽ എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ജൂനിയർ അവിടെ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. ആ റെപ്രസെൻറ്റേഷൻ പോലും നോട്ട് ചെയ്യാതെ കോടതി ഇപ്പോൾ അതിൽ നോ റെപ്രസെൻറ്റേഷൻ എന്ന് മനഃപൂർവ്വം എഴുതി വെച്ചിരിക്കുകയാണ്. യെസ്, ഓക്കെ, വ്യക്തമാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. അതെ താങ്ക് യു.